ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി സെൽഫിൽ സ്റ്റാർട്ടാവില്ല. പിന്നെ അതേപോലെ എൻ്റെ സീറ്റ് ലോക്ക് വർക്കിംഗ് അല്ല, ഹെഡ്ലൈറ്റ് വെട്ടക്കുറവ്, അങ്ങനെ 1-2 കംപ്ലൈൻറ്റുകൾ പറഞ്ഞേക്കണം കേട്ടോ. മെയിനായിട്ട് ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവെന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് കുറവായതുകൊണ്ടാണ് ഹെഡ്ലൈറ്റിന് പവർ കിട്ടാത്തതിൻ്റെ കാരണം. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, 2024 മോഡൽ ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് വണ്ടി പിരിക്കണേ. പക്ഷേ അത് നമ്മളിപ്പോൾ മീറ്റർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേ തെളിയാനുള്ള പവർ പോലും ബാറ്ററിയിലില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ഇറങ്ങി പോയേക്കാണ്. ആ ചാർജ് ഇറങ്ങി പോണതിനൊരു ഒരു കാരണമുണ്ട്. നമുക്കതിൻ്റെ ഈ സീറ്റ് കറക്റ്റായിട്ട് ലോക്കാവില്ല. സീറ്റിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ഒരു ഹാലജൻ ടൈപ്പ് ബൾബുണ്ട്. ആ സീറ്റ് ലോക്ക് ആവാത്തത് കൊണ്ട് തന്നെ ഫുൾ ടൈം അത് തെളിഞ്ഞ് നിൽക്കുക. അപ്പോൾ ചെറിയ തോതിലാണെങ്കിലും അത് തെളിഞ്ഞ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി ഡിസ്ചാർജ് ആവുന്ന രീതിയിൽ ഫുള്ളായിട്ട് ചാർജ് ഇറങ്ങിപ്പോവും. അതാണ് നിലവിൽ ബാറ്ററി ചാർജ് ഇറങ്ങാനുള്ള കാരണം കേട്ടോ. അപ്പോൾ നിലവിൽ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ആ സീറ്റ് ലോക്കിൻ്റെ കേസ് ഒന്ന് കറക്റ്റ് ചെയ്തിടാം. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഐറ്റം ഡിസ്കണക്ട് ചെയ്തിടുന്നതാണ് കുറേ കൂടി നല്ലത് കേട്ടോ. കാരണം ഈ സ്വിച്ചൊക്കെ കുറേ കാലപ്പഴക്കത്തിൻ്റെ അനുസരിച്ച് സ്വിച്ചൊക്കെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സീറ്റ് ലോക്കായി കിടന്നാൽ പോലും ഉള്ളിൽ ഓണായി നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ വഴിക്ക് കുറച്ച് ഡിസ്ചാർജ് ആവും. അതേപോലെ തന്നെ ഈ ബാറ്ററി ചാർജറും ഓൾറെഡി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റ് ഡിസ്കണക്ട് ചെയ്തിടണം നല്ലത്. നമുക്ക് ആ കൂടി 12 വോൾട്ട് 5 ആമ്പിയറിൻ്റെ ബാറ്ററി നമുക്കിത് ഇരിക്കണേ. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ടൈം ആ ലൈറ്റൊക്കെ തെളിഞ്ഞ് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് LED അല്ല, ഹാലജൻ ടൈപ്പ് ചെറിയ ബൾബാണെങ്കിൽ പോലും ഹാലജൻ ടൈപ്പ് ബൾബാണ്. അപ്പം മൈന്യൂട്ടായിട്ട് ചാർജ് ഇറങ്ങും. അതാണ് ശരിക്കും എൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വോൾട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്തിരുമ്പോൾ 5 വോൾട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടാം. 12 വോൾട്ട് വേണം. അപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് ചാർജ് ഇറങ്ങി പോകുന്നതിനനുസരിച്ച് ഇറങ്ങിയാലും നമുക്ക് വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്ത് അതിനകത്തേക്ക് കയറണം. ആ അളവും കൂടിയും കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ആ സീറ്റ് ലോക്കിൻ്റെ കേസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ ചാർജറും ലൈറ്റും നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്തിടണമാണ് ബാറ്ററിക്ക് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് അത്ര വരുന്നൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. എന്തെങ്കിലും വണ്ടി നാളെ ഉച്ച കഴിഞ്ഞിട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ബാറ്ററി നമുക്ക് ചാർജ് ആവാന്ന് പറഞ്ഞാൽ ഫുൾ ചാർജ് ആയി കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 മണിക്ക് 6 മണിക്കൂർ വരെ ഏറ്റവും ചുരുങ്ങിയത് വരും നമുക്ക് കേട്ടോ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും നാളത്തേക്ക് ആവുള്ളൂ. ഓക്കെ.